ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബ്ലൗസ് ഫോർമുല വെച്ച് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് പഠിക്കാൻ പോവാണേ. എല്ലാത്തിൻ്റെ തിയറി വെച്ച് ഫോർമുല വെച്ച് എങ്ങനെ കട്ട് ചെയ്യാമെന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബോർഡിൽ ഞാൻ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് ഓരോന്നിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്ന് ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാം. ഓക്കെ. അതിനു മുമ്പായിട്ട് നിങ്ങൾ അയക്കുന്ന ഓരോ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം. നിങ്ങളുടെ കമൻസൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. എല്ലാവരും നല്ല പോസിറ്റീവ് കമൻസൊക്കെയാണ് എഴുതുന്നത്. കുട്ടികളുണ്ടെങ്കിൽ അതും അയക്കണം, അപ്പോഴേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത്രയും പേര് എൻ്റെ വീഡിയോസ് കാണാനുണ്ടെന്നും എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം. പലരും ഭയങ്കര എൻ്റെ എന്നെ ഒത്തിരി പരിചയമുള്ള പോലാണ് അയക്കുന്ന. ഒരു ഷൈനിയൊക്കെ ഇന്ന് ബ്ലൗസ് കട്ട് ചെയ്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്, സ്കാലപ്പ് ചെയ്തിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്കാലപ്പ് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പതിയെ ശരിയാകും. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ഞാൻ ബേസിക് ബ്ലൗസസ് കഴിഞ്ഞിട്ട് ഞാൻ അഡ്വാൻസ്ഡ് ബ്ലൗസും ചുരിദാറും ഒക്കെ വരുന്നുണ്ട്. അപ്പം ഇനിയും നല്ല നല്ല വർക്കുകളൊക്കെ കാണിക്കാം. ബ്ലൗസിൽ തന്നെ നമുക്ക് സാധാരണ മെഷീൻ തന്നെ ചെയ്യാവുന്ന ചെറിയ ചെറിയ എംബ്രോയ്ഡറികൾ, പിന്നെ ഇതുപോലെ സ്കാലപ്പ് പോലുള്ളത്, അതുപോലെ പല ആപ്ലിക് വർക്കുകൾ, ഇതൊക്കെ പോകെ വരുന്നുണ്ട്. അപ്പം കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഇപ്പം ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒത്തിരി സ്കാലപ്പൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ബുദ്ധിമുട്ടാണ് സ്കാലപ്പൊക്കെ പെട്ടെന്ന് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കട്ട് ചെയ്യുന്നതും കൂടെ പ്രയാസമില്ല, തയ്ക്കാനാണ് അത് കൂടുതൽ പ്രയാസം. അതുകൊണ്ട് സാരമില്ല. നിങ്ങളിപ്പോൾ ബ്ലൗസ് ബേസിക് തയ്ച്ച് പഠിക്കുക. ഇന്ന് ഞാൻ പിന്നെ പലരും 46 ഇഞ്ച് ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത്, 42 ബ്ലൗസ് എങ്ങനെയാണ് തയ്ക്കുന്നത്, ബാക്കിൽ ടക്കില്ലയോ, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്ത് നമുക്കിന്ന് ഫോർമുല വെച്ച് ഒരു ബ്ലൗസ് കട്ട് ചെയ്ത് നോക്കാം. പിന്നെ കമൻറ്റ്സ് ചെയ്ത് എല്ലാവർക്കും നന്ദി. നല്ല കമൻറ്റ്സ് മാത്രമല്ല, കൺസ്ട്രക്റ്റീവായിട്ടുള്ള ക്രിറ്റിസിസവും നമുക്ക് വേണമല്ലോ. ഉള്ള ക്രിറ്റിസിസങ്ങളും നിങ്ങൾ ചെയ്യണം, അപ്പോഴേ എന്നെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എല്ലാവരുടെയും ഡൗട്ട്സ് മാക്സിമം ഞാൻ ഓർമ്മയിൽ വെച്ചിട്ട് ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ. ഒരു ഗാർമെൻറ്റ് തയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം അതിന് വേണ്ടുന്ന മെഷർമെൻറ്റ്സാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയുടെ മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ മെഷർമെൻറ്റ്സ് വെച്ച് മെഷർമെൻറ്റ്സ് നമുക്ക് ഇവിടോട്ടൊന്ന് എഴുതി വെക്കാം. ഹൈറ്റ് 13.5. ഇപ്പം ഞാൻ അന്ന് നമ്മൾ എടുത്ത മെഷർമെൻറ്റ് മുഴുവൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഷോൾഡർ മുതൽ എല്ലാ കൈയുടെ ഇറക്കം, ഇതെല്ലാം ബസ്റ്റ് അളവ് എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ അളവ് വെച്ച് നമുക്കിപ്പോൾ കട്ട് ചെയ്യാം. ഇപ്പം ആദ്യം നമ്മൾ ബാക്കാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ മേളിൽ നിന്ന് ഇവിടെ ഒരു ലൈൻ ഇട്ടു. ഇത് വന്ന് ഫോൾഡാണ്. ഇത് തുണിയുടെ ഫോൾഡാണ് ഇവിടെ. എന്നിട്ട് ഇത് വന്ന് സ്ട്രെയിറ്റ് ഗ്രൈനിൽ വേണം തുണി എടുക്കാൻ. നമ്മുടെ കരഭാഗം ഇന്ന് നേരെ വരുന്നതിൻ്റെ പേര് സ്ട്രെയിറ്റ് ഗ്രൈനിൽ വേണം നമ്മൾ തുണി എടുക്കാൻ. ഇത് വന്ന് തുണി നമ്മൾ സാധാരണ ബാക്ക് വെട്ടാൻ മടക്കിയിടുമല്ലോ, ആ ഫോൾഡാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇതാണ് നമ്മൾ ബാക്കിന് വേണ്ടി എടുത്തേക്കുന്ന തുണി. ഇപ്പം നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഇതിൻ്റെ ഹൈറ്റാണ്. ഇവർക്ക് ഹൈറ്റ് വേണ്ടുന്നത് 13.5 ഇഞ്ചാണ് ഇവരുടെ ഹൈറ്റ്. അപ്പം ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറയ്ക്കണം. നമുക്ക് തയ്ക്കാനുള്ള ഇവിടെ ഏത് തുണി വെട്ടിയാലും നമ്മൾ കട്ട് ചെയ്യാനൊരു തയ്ക്കാനൊരു 1/2 ഇഞ്ച് അങ്ങനെയല്ലേ എടുക്കാറ്. ഇത് വന്ന് നമ്മുടെ സീം അലവൻസ്. ഇത് നമുക്ക് തയ്ക്കാനുള്ള ഇതുവഴിയായിരിക്കും നമ്മൾ തയ്ക്കുന്നത്, ഇതുവഴിയായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്. അടുത്ത് നമുക്ക് ഷോൾഡർ എടുക്കണം. ഷോൾഡർ എടുക്കാനായിട്ട് ഇപ്പോൾ ഇവർക്ക് നമ്മൾ ഷോൾഡർ 13.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവർക്ക് നമ്മൾ 13.5 ഇഞ്ച് ഷോൾഡർ എടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു കസ്റ്റമർ നമ്മളോട് ഒരു സൈസ് ബ്ലൗസ് പറഞ്ഞു, നമുക്ക് അവരുടെ ഷോൾഡർ ചെസ്റ്റ് മാത്രമേ അറിയത്തുള്ളൂ, ഷോൾഡർ അറിയത്തില്ലെന്ന് വയ്യ. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് കസ്റ്റമറുടെ ക്ലയൻറ്റിൻ്റെ ചെസ്റ്റ് മെഷർമെൻറ്റ് നമുക്ക് അറിയാമായിരിക്കും. ചെസ്റ്റ് മെഷർമെൻറ്റ് ഇവർക്ക് 34ആണ്. 34 ഡിവൈഡഡ് ബൈ 6 ആണ് ഷോൾഡർ മെഷർമെൻറ്റ് വരുന്നത്. അതായത് ഇപ്പം
എന്നോട് പലരും ചോദിച്ചത് 42 ഇഞ്ച് ബ്ലൗസ് 46 ഇഞ്ച് ബ്ലൗസ് തയ്ച്ച് തരാമോ, 42 ഇഞ്ച് ബ്ലൗസ് തയ്ച്ച് തരാമോ എന്ന് ചോദിച്ചല്ലോ. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത്. 42 ഇഞ്ച് എന്ന് പറഞ്ഞാൽ പിന്നെ ചെസ്റ്റ് അളവാണ്. അപ്പോൾ ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 6. ചെസ്റ്റ് അളവ് എത്രയാണോ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 6 5 30. ബാലൻസ് ഇവിടെ 4 ഉണ്ട്. 0 6 6 36. ഇതാണ് അവരുടെ ഷോൾഡർ. 34, അതായത് നിങ്ങളുടെ ചെസ്റ്റ് അളവിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എന്ത് കിട്ടുന്നു അതാണ് നിങ്ങളുടെ ഷോൾഡർ മെഷർമെൻറ്റ്. അപ്പോൾ എനിക്കിവിടെ 5.6 ആണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ അവരുടെ ഷോൾഡർ 5.6 ഇവിടെ അടയാളപ്പെടുത്തും. ഇതാണ് ഷോൾഡർ മെഷർമെൻറ്റ്. ഷോൾഡർ മെഷർമെൻറ്റ് എങ്ങനെ കാണും? ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 6. അതായത് അവരവരുടെ ചെസ്റ്റ് അളവ് ഡിവൈഡഡ് ബൈ 6. എനിക്കിപ്പോൾ എടുക്കുകയാണെങ്കിൽ 38 ചെസ്റ്റ് അളവ്. 38 ഡിവൈഡഡ് ബൈ 6 ആണ് എൻ്റെ ഷോൾഡർ മെഷർമെൻറ്റ്. ഇപ്പം 30 ഇഞ്ച് ചെസ്റ്റ് ഉള്ളവരുടെ നോക്കണമെങ്കിൽ 30 ഡിവൈഡഡ് ബൈ 6. 46 ഇഞ്ചിൻ്റെ നോക്കണമെങ്കിൽ 46 ഡിവൈഡഡ് ബൈ 6. അതാണ് ഒരു ബ്ലൗസിൻ്റെ ഷോൾഡർ കണ്ടുപിടിക്കുന്നത്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 ആണ് ഏതൊരു ബ്ലൗസിൻ്റെ ഷോൾഡർ അളവ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. ഷോൾഡർ മെഷർമെൻറ്റ് ഇതേ സെയിം ഇങ്ങെടുത്താൽ മതി. നമ്മുടെ ആം ഹോൾ ലെങ്ത് ഇവിടുന്ന് ഇതേ സെയിം 5.6. 5.6 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു 4 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ഇടണം ഷോൾഡർ ജോയിൻ ചെയ്യാൻ. അപ്പം 5.25 ഇഞ്ച് എടുക്കാം ഷോൾഡർ. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 ഇഞ്ച് തയ്യൽ തുമ്പാണ്. 4 ഇഞ്ച് ലൂസിന് വേണ്ടിയുള്ളതല്ല, 4 ഇഞ്ച് തയ്യൽ തുമ്പ് ഇടണം. എന്നിട്ട് അത്രയും തന്നെ നമ്മൾ താഴോട്ട് നമ്മളുടെ ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കണം. ഇതാണ് ആം ഹോളിൻ്റെ ലെങ്ത്. ഇതും അതേ സെയിമാണ് ഞാൻ എടുത്തിരുന്നത്. 5.75. മനസ്സിലായോ? നമ്മൾ ഷോൾഡർ എടുക്കുന്ന ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 6 പ്ലസ് 4 ഇഞ്ച്. ആം ഹോൾ ഹൈറ്റ് എടുക്കുന്നതും അതുതന്നെ സെയിം. പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തരുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി വേണ്ടുന്നത് നമ്മളുടെ ചെസ്റ്റ് മെഷർമെൻറ്റാണ്. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ എടുക്കുന്നത് ചെസ്റ്റ് അളവിൽ നിന്നല്ല, ബസ്റ്റ് അളവിൽ നിന്നാണ്. ബസ്റ്റ് അളവ് നമ്മൾ ഇവിടെയാണ് എടുത്തേക്കുന്നത്. ബസ്റ്റ് അളവ് ഇവർക്ക് എടുത്തേക്കുന്നത് 35 ആണ്. അപ്പോൾ ബസ്റ്റ് അളവ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ബസ്റ്റ് അളവ് ഞാൻ എടുക്കുന്നത് 35 ആണ് ഇവരുടെ ബസ്റ്റ് അളവ്. പ്ലസ് 2 37 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 9.25 അല്ലേ? 9 36, പിന്നെ ഒന്നുള്ളതിന് 4 വെച്ച് 9.25. മനസ്സിലായോ? ചെസ്റ്റ് അളവ് എടുക്കുന്ന ബസ്റ്റിൻ്റെ അളവ് വെച്ചാണ് ബ്ലൗസിന് ചെസ്റ്റ് അളവ് എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ റൗണ്ട് അളവെടുക്കുന്നത്. അപ്പോൾ അത് 35-ന് നിങ്ങളുടെ മെഷർമെൻറ്റ് എത്രയാണോ, ഇപ്പോൾ 46 ഉള്ളവർ കൂടെ 2 ഇഞ്ച് കൂടെ എക്സ്ട്രാ ചെയ്യുക, 48. 48-നെ ഡിവൈഡഡ് ബൈ 4 അതാണ് നിങ്ങളുടെ മെഷർമെൻറ്റ്. 38 ഉള്ളവർ 38 പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 അതാണ് നിങ്ങളുടെ മെഷർമെൻറ്റ്. അതായത് ചെസ്റ്റ് അളവ് എത്രയോ ചെസ്റ്റ് അളവ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ 4 അതാണ് നിങ്ങളുടെ നമ്മൾ ആരായാലും അവരവരുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് കാണുന്നു. അപ്പോൾ ഇവിടെ ഇതിന് നേരെയായിട്ട് നമ്മൾ ഇവർക്ക് ഇപ്പം എൻ്റെ ക്ലയൻറ്റിന് 35 ഇഞ്ചാണ് അവരുടെ ബസ്റ്റ് മെഷർമെൻറ്റ്. പ്ലസ് 2 37 ഡിവൈഡഡ് ബൈ 4 9.25. ഇതിൻ്റെ നേരെയാണ് 9.25. ഇതാ ഇതുവരെ 9.25 കൊടുത്തു ഞാൻ. ഇതാണ് അവരുടെ ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ്. ഓക്കെ, അത്ര മനസ്സിലായോ? ഇനി എടുക്കേണ്ടത് നമുക്ക് ആം ഹോളാണ്. ആം ഹോൾ എടുക്കാനായിട്ട് ഈസി വേ, ഇതിൻ്റെ പകുതി നോക്കണം, ഹാഫ്. ഇതിൻ്റെ പകുതി കൊണ്ടുവന്നിട്ട് ഇവിടുന്ന്, അതായത് ഈ അളവിൻ്റെ പാതി ഇവിടുന്ന് 40 ഇഞ്ചിൽ, അതായത്
ഇതിൽ 10 ഇഞ്ച് ഇതിപ്പോൾ നമ്മൾ 9.25 എടുത്തിട്ടുണ്ടല്ലോ, 10 ഇഞ്ചിന് താഴെയാണ് ഈ അളവെങ്കിൽ 1.5 ഇഞ്ച് എടുക്കണം. ഇവിടുന്ന് ഇങ്ങോട്ട് 1.5 ഇഞ്ച്. 10ന് മേളിലാണെങ്കിൽ 1.25, 2, 2.25 നിന്ന് അങ്ങോട്ട് പോകും. 2.5 വരെയും കൊടുക്കും. ഇപ്പോൾ ഈ ബെസ്റ്റ് അളവ് 10ന് താഴെയാണെങ്കിൽ 1.5 ഇഞ്ച് കൊടുക്കണം. ഇതിട്ട് ഈ നമ്മൾ ഈ പാതിയിൽ എടുത്തിരിക്കുന്നതും ഇതും ഈ താഴെ ഇതും കൂടെ അങ്ങ് ജോയിൻ ചെയ്യണം. ഇതാണ് നമ്മളുടെ ആംഹോൾ. മനസ്സിലായോ? ഇതിൻ്റെ പകുതി ഇവിടുന്ന് 1.5 ഇഞ്ച് ഇങ്ങോട്ട് എടുത്തു. നമ്മുടെ ബസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടോട്ട് വന്ന് നമ്മളങ്ങ് ജോയിൻ ചെയ്യണം. ഇതാണ് നമ്മളുടെ ആംഹോൾ മെഷർമെൻറ്റ്. പിന്നെ വരുന്നത് നെക്കാണ്. നെക്ക് കണ്ടുപിടിക്കുന്നത്, നെക്കിൻ്റെ വീതി, നെക്കിൻ്റെ ഇറക്കം നമുക്ക് ഓൾറെഡി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാകും. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് ഇത് വന്ന് നമ്മൾ ബസ്റ്റ് മെഷർമെൻ്റാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് കണ്ടുപിടിക്കുന്നത് നമ്മൾ ചെസ്റ്റ് എടുക്കണം. ചെസ്റ്റ് 34 ഡിവൈഡഡ് ബൈ 12. അപ്പർ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. 2400. ഇത് വന്ന് 12 8s are 96.8. 96. 2.8 ആണ് ഇവരുടെ നെക്ക് മെഷർമെൻറ്റ്. 2.8 ഇവർക്ക് നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് എത്രയോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത്ത് കിട്ടും. മനസ്സിലായോ? നിങ്ങളുടെ ചെസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നിങ്ങളുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അത് ഒരു 8 ഇഞ്ച് വരെയൊക്കെ ആ വിഡ്ത്ത് വെക്കാനൊക്കത്തുള്ളൂ. താഴോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾ 4 ഇഞ്ച് കുറയ്ക്കണം. 4 ഇഞ്ച് കുറച്ചുകൊണ്ട് വരണം. 8 ഇഞ്ച് വരെയാണ് ഈ മെഷർമെൻറ്റ്. 8 ഇഞ്ചിന് മേളിൽ നെക്ക് ഇറക്കം വരുവാണെങ്കിൽ ഓരോ ഇഞ്ചിനും 4 ഇഞ്ച് കുറയ്ക്കണം. 10 ഇഞ്ചൊക്കെ വരുവാണെങ്കിൽ ഇതിൽ നിന്ന് 1/2 ഇഞ്ച് കുറയ്ക്കണം. മനസ്സിലായോ? ഇപ്പം ഇവർക്ക് വന്ന് 2.8 ആണ് ഇവരുടെ മെഷർമെൻറ്റ്. 2.8 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2.25 വെക്കാൻ പാടുള്ളൂ. നമ്മൾ തയ്ച്ച് വരുമ്പോൾ 2.8 ആകുന്നത്. അപ്പം നമുക്ക് 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്ത് വെക്കാം. ഓൾറെഡി നമ്മൾ ഇവരുടെ നെക്ക് ഹൈറ്റ് എടുത്തിട്ടുണ്ട് 8.5. ആ 8.5 ഇവിടെ വെക്കേണ്ടത്. നെക്ക് വിഡ്ത്ത് എടുക്കുമ്പോൾ ഇവിടെ 2.5 എടുത്തെങ്കിൽ ഇവിടെ 2.25 എടുക്കണം. അപ്പം ആ ബ്ലൗസ് ഇട്ടേക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ടാവും. ഇങ്ങനെ താഴെ വന്നിട്ട് വേണം നമ്മളിങ്ങനെ ലൈൻ ചെയ്തെടുക്കാൻ. കാണാൻ പറ്റുന്നുണ്ടോ? ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ആണ് നെക്ക് വിഡ്ത്ത്. അത് ഏതളവിനായാലും അങ്ങനെയാണ്. ഇനി 48 ഇഞ്ച്, 46 ഇഞ്ച്, 32 ഇഞ്ച് അതൊക്കെ ഞാൻ ഫ്യൂച്ചറിൽ ചെയ്യും. പക്ഷേ ഇപ്പം നമ്മൾ ഉടനെ പറ്റത്തില്ലല്ലോ. നമ്മളൊരു ക്ലാസ് തുടങ്ങിയേക്കുമല്ലേ. അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ ബേസിക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെ വിഷമിപ്പിക്കാതിരിക്കാനാണ് ഇപ്പം ഇങ്ങനൊരു ക്ലാസ്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ നെക്കിൻ്റെ അളവ് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇവിടെ നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് 2.8 കിട്ടി. ഏതാണ്ട് 2.25 ചെയ്യും. നമ്മൾ 2.5 ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ നമുക്ക് തയ്ക്കണ്ടേ, ഇവിടെ വെച്ച് തയ്ക്കും. അപ്പോഴത്തേനും നമുക്ക് അതേ അളവിലോട്ട് നമ്മുടെ നെക്ക് വരും തയ്ച്ച് കഴിയുമ്പോൾ. മനസ്സിലായോ? ഇപ്പോൾ ഇതിലിനി നമുക്ക് വേണ്ടുന്നത് നമ്മളുടെ വേസ്റ്റ് മെഷർമെൻ്റാണ്. വേസ്റ്റ് മെഷർമെൻറ്റ് ഇവർക്ക് 28. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് 28 വേസ്റ്റ് അതിൻ്റെ ഫോർമുല വേസ്റ്റിൻ്റെ ഫോർമുല വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 അത്രയേ ഉള്ളൂ. വേസ്റ്റ് ഇവിടെ 28 ആണ്. ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 7 ആണ് ഇവരുടെ വേസ്റ്റ് മെഷർമെൻറ്റ്. ഇതിൽ നമുക്ക് ഈ 7ഉം വെക്കാം, അല്ല 7.5 വെക്കാം. 7.5 വെച്ചാൽ നമ്മൾ ഫ്രണ്ട് എടുക്കുമ്പോൾ അവിടെ നമ്മൾ 6.5 വെക്കാൻ പാടുള്ളൂ. ഇവിടെ കൂട്ടിയ ആ 1/2 ഇഞ്ച് അവിടെ കുറയ്ക്കണം. മനസ്സിലായി? അതും ബ്ലൗസ് കാണാൻ ഇച്ചിരി ഭംഗിയുണ്ടാവും. അപ്പം ഇവിടെ ഞാനിപ്പോൾ ഇതിൽ 7 തന്നെ അങ്ങ് വെക്കുവാണ്. 7 വെച്ചാണ് അവർക്ക് തയ്ച്ചു കൊടുത്തത്. അപ്പോൾ 7 തന്നെ അങ്ങ് വെക്കുവാണ്. പിന്നെ ഒരാളുടെ ഒരു ഡൗട്ട് ബാക്കിൽ ടക്ക് വേണ്ടെന്ന്. ബാക്കിൽ ടക്കിടാതെ തയ്ക്കുന്ന ബ്ലൗസാണ് കാണാൻ ഭംഗി. ബാക്കിൽ ടക്കിട്ട് കഴിയുമ്പോൾ ഇവിടെ ഈ തുണി ഇങ്ങോട്ട് കുറച്ചിങ്ങോട്ട് വരും. വന്നിട്ട് നമുക്ക് ഈ മേളിലോട്ട് വരുമ്പോൾ ഒരു ചുരുക്കമൊക്കെ ഫീൽ ചെയ്യും. ബാക്കിൽ ടക്കിടാതെ തയ്ക്കുവാണെങ്കിൽ ബ്ലൗസ് കാണാൻ നല്ലൊരു ഷേപ്പിൽ കിട്ടും.
ബാക്കിൽ ടക്കിടാതാണ് മിക്കവാറും ബ്ലൗസുകളൊക്കെ തയ്ക്കുന്നത്. അഥവാ ബാക്കിൽ ടക്കിടണമെങ്കിൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഹിപ്പിൻ്റെ വേസ്റ്റ് ഡിവൈഡഡ് ബൈ 4 എടുത്തല്ലോ, അതിൻ്റെ സെൻറ്റർ പാർട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഒരു 3 ഇഞ്ച്, ഒരു സെൻറ്ററിൽ 3 ഇഞ്ച് മേലോട്ട്, ഇങ്ങോട്ടൊരു 4 ഇഞ്ച്, ഇങ്ങോട്ടൊരു 4 ഇഞ്ച്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അരയിഞ്ച് മുമ്പോട്ട് കൊണ്ടുപോകണം. മനസ്സിലായി? ഇവിടെ പിടിച്ച അരയിഞ്ച് ഇങ്ങോട്ട് എക്സ്ട്രാ കൊണ്ടുവരണം നമ്മൾ. അപ്പം നമുക്ക് ഈ സ്ട്രൈറ്റ് ഇനിയും കുറച്ചുകൂടെ സ്ട്രൈറ്റ് ആവും. ഇവിടെയൊക്കെ നമുക്ക് ചുരുക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇതിങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ സ്ട്രൈറ്റ്, അതായത് ഈ ലൈന് ഇങ്ങനെ വരും, ഈ ലൈൻ ഇങ്ങനെ വരും. നമ്മൾ ഇത്രയും വരെ ഇവിടെ പിടിക്കുന്നുള്ളൂ. ഇതിൻ്റെ മേലോട്ട് കണ്ടോ തുണി കിടപ്പല്ലേ, അതൊക്കെ നമുക്ക് ചുരുക്കടിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം ടക്കിടാതെ തയ്ക്കുന്നതായിരിക്കും ബ്ലൗസിന് ഭംഗി. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി ഡൗട്ടുണ്ടോ? ഇപ്പം നമ്മൾ ഇത് തുടയ്ക്കുവാണേ, എന്നിട്ട് നമുക്ക് ഫ്രണ്ട് തയ്ക്കാം. ഫ്രണ്ട് തയ്ക്കാൻ ഞാൻ ഇതിൽ തന്നെ എല്ലാം ചെയ്യാമെന്ന് കരുതിയിട്ടായിരുന്നു മേളിൽ വെച്ചത്. ഇപ്പം അത് പറ്റത്തില്ല. അത് കാരണം ഞാനിപ്പോൾ ഇവിടുന്ന് തന്നെ വരിക. ആദ്യം നമുക്ക് ഫ്രണ്ട് തയ്ക്കാനായിട്ട് നമ്മളുടെ ഫോൾഡ് പാർട്ടോ മറ്റേ പാർട്ടോ എവിടെ ആയാലും മതി. ഫ്രണ്ടിൽ നമ്മൾ മേളിൽ എത്ര ഷോൾഡർ എടുത്തോ അത് തന്നെ എടുക്കണം. മേളിൽ നമ്മൾ എത്ര ആയിരുന്നു എടുത്ത്? 5.25. അതേ ഷോൾഡർ സെയിം എടുക്കുക. നമ്മൾ മേളിൽ നെക്ക് എത്ര ആയിരുന്നു എടുത്ത്? 2.5. അതേ നെക്ക് വിഡ്ത്ത് എടുക്കുക. ഇവിടെ നമ്മൾ 2 ലൈൻ കൊടുക്കണം. എന്നിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രണ്ട് നെക്കാണ് കണ്ടുപിടിക്കുക. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഇവർക്ക്. ഇതെല്ലാം വന്ന് നമ്മൾ ബാക്കിൽ എടുത്ത പോലെ തന്നെ. അതേപോലെ പിന്നെ ആം ഹോളും നമ്മൾ ബാക്കിൽ എത്ര എടുത്ത് ആ ബാക്കിലെ ആ പീസ് അങ്ങോട്ട് വെച്ച് എൻ്റെ ഇതിന് മുമ്പുള്ള കട്ടിങ്ങൊക്കെ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനേ. ഫസ്റ്റ് പാഠം 1 മുതൽ നിങ്ങൾ കണ്ടിട്ട് വേണം ഇതിലോട്ട് വരാൻ, അല്ലെ നിങ്ങൾ ആകെ കൺഫ്യൂസ് ആയി പോകും. ഞാനിപ്പോൾ ഓർമ്മ വരുമ്പോൾ അതൊക്കെ പറയുക. ഇപ്പോൾ നമ്മൾ ആം ഹോളിൻ്റെ ഹൈറ്റ് നമ്മൾ ബാക്കിൽ നമ്മൾ 5.25 എടുത്ത്, ആ 5.25 തന്നെ സെയിം ഇവിടെ വരണം. ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെട്ടിയ ഫ്രണ്ടിനെ ഇതിലോട്ട് ഇട്ട് തുണിയുടെ താഴോട്ട് ഇറക്കിയിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആം ഹോൾ. ബാക്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ചെസ്റ്റ് അളവ് തന്നെയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇത് നമ്മൾ എക്സ്ട്രാ കൊടുത്തേക്കുന്ന തുണിയാണ് ലൂസിന് വേണ്ടി എക്സ്ട്രാ കൊടുത്തേക്കുന്നത്. അത് തന്നെ സെയിം ഇവിടെ എടുക്കാം. ഇവിടെ ഇപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഫ്രണ്ട് നെക്ക് ഇവർക്ക് ഞാൻ എടുത്തേക്കുന്ന 6 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് 6.25 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 6.25. അപ്പം ഇവിടുന്ന് നമുക്ക് ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം ഇങ്ങോട്ട് 6.25 ഇഞ്ചിങ്ങനെ കൊണ്ടുവരണം. ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മൾ 2.5 ഇഞ്ച് എടുത്തിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ നമ്മൾ 2.25 ഇഞ്ച് എടുക്കണം. ഇങ്ങനെ എടുക്കണം. ആദ്യമേ നമ്മളിങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമ്മൾ 3 ഇഞ്ചും എടുക്കണം. കാരണം നമുക്ക് നെക്ക് നല്ല ടൈറ്റായി കിട്ടണമെങ്കിൽ ഇവിടെ 4 ഇഞ്ച് കുറയ്ക്കണം. 4 മുതൽ 1/2 ഇഞ്ച് വരെ നമുക്ക് ഇവിടെ കുറയ്ക്കണം. അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യമായിട്ട് കാണുന്നവർ ഇത് കണ്ട് ടെൻഷൻ ആകരുത്. നിങ്ങൾ പാഠം 1 പോകണം. പാഠം 1, 2, 3 കണ്ട് വരണം കട്ടിങ്. ഇത് ഡയറക്റ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. ഇപ്പോൾ വീണ്ടും പറയുന്നു, എന്തുവാ ഇവർ കിടന്ന് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് ആകെ കൺഫ്യൂസ് ആകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫസ്റ്റ് മുതൽ ഒരു ബ്ലൗസിനെ കുറിച്ച് ഒരു അവയർനെസ് ഉണ്ടാക്കിയിട്ട് വേണം ഇങ്ങോട്ട് വരാനേ. ഇവിടെ നമ്മൾ 4 ഇഞ്ച് കുറയ്ക്കുക. അതേപോലെ ഇവിടുന്ന് ഇങ്ങനെ താഴെ കൊണ്ടുവന്നിട്ട് റൗണ്ട് താഴെ വന്നിട്ട് വേണം റൗണ്ട് ചെയ്യാൻ. മേളിൽ നിന്ന് റൗണ്ട് ചെയ്താൽ നമുക്ക് കഴുത്ത് വി പോലെ ആയിപ്പോൾ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇവിടുന്ന് ഈ മാർക്കിൽ നിന്ന് ഇങ്ങോട്ട് 4 ഇഞ്ച് മേളത്തേനെക്കാട്ടിൽ 4 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് കാലോ അരയോ എടുക്കാം. ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് അരയോ എടുത്തിട്ട് ഇങ്ങനെ താഴെ കൊണ്ടുവന്നിട്ട് വേണം നമ്മൾ ഈ റൗണ്ട് കൊണ്ടുവരാൻ. മനസ്സിലായോ? ഇത്രയുമാണ്
നമുക്ക് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിൻ്റെ നെക്കും കഴിഞ്ഞു, ആം ഹോളിൻ്റെ അളവ് കഴിഞ്ഞു, ഒക്കെ കഴിഞ്ഞു. ഓൾറെഡി നമ്മൾ ആം ഹോൾ അതിൽ വരച്ചേക്കുന്ന എങ്ങനെ അതേപോലെ തന്നെ ഇവിടെയും വരച്ചിട്ടുണ്ട്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് ഇവിടെയും വരച്ച് വെച്ചേക്കുക. ഇപ്പം ഇനി എന്ത് ചെയ്യണമെന്ന്, ഇവിടുന്ന് ഇങ്ങോട്ട് അര ടു മുക്കാൽ വരെ, അര മുതൽ മുക്കാൽ വരെ. ചില ബ്ലൗസുകളിൽ അര ഉണ്ടാവുള്ളൂ, വലിയ ബ്ലൗസൊക്കെയാണ് മുക്കാൽ വരെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞാൻ റെഡ് കൊണ്ട് വരയ്ക്കാമേ. ഇതാണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ടിൽ വരുമ്പോൾ നമ്മൾ അര ഇഞ്ച് മുതൽ മുക്കാൽ ഇഞ്ച് വരെ താഴോട്ട് കുറച്ച് നമുക്ക് മാർക്ക് ചെയ്യണം. ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ ഇവിടെ ചുരുങ്ങിയ തുണി കിടക്കത്തില്ലേ, അതിൽ ഒരു കാരണം ഇതും കൂടെയാണ്. ആ തുണി എക്സ്ട്രാ ഉള്ള തുണിയെ നമ്മൾ വെട്ടിക്കളയുക. കൈക്കും ഇതേപോലെ നമ്മൾ ചെയ്യും. ഇവരുടെ ബ്രസ്റ്റ് പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് അളവെടുത്തിട്ടുണ്ടായിരുന്നു. അത് 9.5 ഇഞ്ചാണ്. 9.5 ഇഞ്ച്. ആ 9.5 എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ, ഈ നെക്കില്ലേ, ഈ നെക്ക് നമ്മൾ വരച്ചേക്കുന്നതിൻ്റെ അടുത്ത് നിന്ന് 1 ഇഞ്ച് കൂടി ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരയ്ക്കുക. 9.5 ഇവിടെ വരുന്നു, അവിടെ ഒരു മാർക്ക്. പിന്നെ അതിന് താഴെ അണ്ടർ ബ്രസ്റ്റിന് താഴെ അണ്ടർ ബ്രസ്റ്റ് ഇവർക്ക് 12 ഇഞ്ചാണ്. ഇത് അണ്ടർ ബ്രസ്റ്റ്, ഇത് ബ്രസ്റ്റ് പോയിന്റ്. ഇത് ഇവരുടെ ബോഡിയുടെ മേളിൽ നിന്ന് അളന്നെടുത്ത അളവുകളായിരുന്നു ഇത്. ഇത് പോയിന്റ്, ഇത് അണ്ടർ ബ്രസ്റ്റ്. ഇതാണ് മേളിൽ നിന്നുള്ള ഈ നമ്മളുടെ കപ്പിൻ്റെ ഹൈറ്റ്. മേളിൽ നിന്നുള്ള കപ്പിൻ്റെ ഹൈറ്റാണിത്. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുക്കുക. ഇതിങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈനും കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തേക്കാം. പോയിന്റിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഞാൻ കൊടുത്തേക്കാം. ഇത് നമ്മുടെ കയ്യിൽ അളവില്ല എങ്കിൽ, നമുക്ക് ബ്രസ്റ്റ് പോയിന്റിൻ്റെ അളവില്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ട വേറൊരു ഫോർമുല ഉണ്ട്. ഇവരുടെ ബ്രസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 4 കൊടുത്താൽ മതി. ബ്രസ്റ്റ് സർക്കംഫറൻസ് ഇവിടെ 35 കൊടുത്തേക്കുന്നത്. 35നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ബാലൻസ് ഒക്കെ വരും. അപ്പോൾ 36, 1 ഇഞ്ച് കൂട്ടി 36 എടുത്തിട്ട്, അല്ല 36 ആണെങ്കിൽ ആ 36 എടുത്തിട്ട് ഡിവൈഡഡ് ബൈ 4, അപ്പോൾ 9 ഇഞ്ച് വരും. 9 × 4 36 ഇല്ലയാ. ഇവിടെ ഞാൻ അളവ് എടുത്തേക്കുന്നത് 9.5. ഏകദേശം ഒരുപോലെ, ഒരു ഇച്ചിരി വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരും, അത്രേ ഉള്ളൂ. അങ്ങനെ എടുത്താൽ അറിയത്തില്ല എങ്കിൽ, ഇത് നമുക്കിപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് എടുക്കാൻ നമുക്കുണ്ട്, നമ്മുടെ സ്വയം തയ്ക്കുവാണെങ്കിൽ, അല്ല ഒരാൾ നമ്മൾ തയ്ച്ചു കൊടുക്കണം, അളവില്ല, അവരുടെ ചെസ്റ്റും ബ്രസ്റ്റ് അളവൊക്കെ ഉള്ളൂ, പോയിൻ്റ് അളവൊന്നും എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാവുന്ന ഒരു മെഷർമെൻ്റാണ്, ഒരു ഫോർമുലയാണിത്. ബ്രസ്റ്റ് ഡിവൈഡഡ് ബൈ 4, ബ്രസ്റ്റ് സർക്കം ഡിവൈഡഡ് ബൈ 4, ബ്രസ്റ്റ് സർക്കംഫറൻസ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, ഈ മെയിൻ ടക്ക് നമ്മളെങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, ഏകദേശം നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിന് ഒരു 3 ഇഞ്ച് ടക്ക് പിടിക്കണം. ഇതിന് കാൽക്കുലേഷൻ ഉണ്ട്, ഞാൻ പിന്നീട് അത് പതിയെ പറഞ്ഞുതരാം. എല്ലാം കൂടെ കാൽക്കുലേഷൻ ആകുമ്പോൾ നിങ്ങൾ കൺഫ്യൂസായി എറിഞ്ഞിട്ട് പോകും. അതുകൊണ്ട് ഇപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമേ. ഓവറായ എല്ലാവരും കൂടെ കുഴപ്പം. അതുകൊണ്ട് അടുത്ത അഡ്വാൻസ് ക്ലാസ്സിൽ കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പം ഇവിടുന്ന് ഇത് നമുക്കൊരു 3 ഇഞ്ച്, ഇവരുടെ മെഷർമെൻറ്റിന് ഒരു 3 ഇഞ്ച് മതി. 3 ഇഞ്ചാണ് ഈ ടക്ക്. ഇനി നമുക്ക് വേണ്ടുന്നത് എന്ത് കഴിഞ്ഞിട്ട് ഈ ടക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇതിനും 1.5 ഇഞ്ച് ഡിഫറൻസ് വേണം. ഇതിനും മിനിമം 1.5 ഇഞ്ച് വേണം. അതിപ്പോൾ 1.25 2 കുഴപ്പമൊന്നുമില്ല. മിനിമം 1.5 ഇഞ്ച് വേണം ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഒരു ടക്ക്, അത് ഒരു 1/2 ഇഞ്ചിൽ ഇവിടെ ടക്ക് പിടിക്കണം. കാരണം നമ്മളിവിടെ 1/2 ഇഞ്ച് കുഴിച്ച് വെട്ടുമ്പോൾ ഇവിടെ ലൂസ് വരും.
ആം ഹോൾ നമുക്ക് വലുതാകും, ഒരാൾ ആം ഹോൾ സൂട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. ഇതൊക്കെ ആയിരിക്കും കാരണം. അത് നമ്മൾ ആ ലൂസാകുന്ന തുണി നമ്മളിവിടെ ടക്ക് പിടിക്കണം. പിടിച്ചു കഴിയുമ്പോൾ നമ്മളുടെ ബാക്കിൻ്റെ അളവും ഈ ആം ഹോളും കറക്റ്റാകും. സെൻട്രൽ ഡാർട്ട് കണ്ടുപിടിക്കുന്നത് ബസ്റ്റ് സർക്കം. സെൻട്രൽ ഡാർട്ട് കണ്ടുപിടിക്കാനായിട്ട് ബസ്റ്റ് സർക്കം ഡിവൈഡഡ് ബൈ 10. ബസ്റ്റ് സർക്കം 35 ഡിവൈഡഡ് ബൈ 10 = 3.5. 3.5 ആണ് നമ്മളുടെ സെൻട്രൽ ഡാർട്ടിൻ്റെ നീളം. അപ്പോൾ 7.25 വന്നു അതിൽ. കറക്റ്റ്. ഇതാണ് ഫോർമുല. ബസ്റ്റ് ഡിവൈഡഡ് ബൈ 10. ഇതാണ് സെൻട്രൽ ഡാർട്ടിൻ്റെ ഫോർമുല. ഈ ലൈൻ ഉണ്ടല്ലോ, ഈ പോയിന്റിൻ്റെ ലൈന്, ഈ ലൈനിനെക്കാട്ടിൽ ഒരു 4 ഇഞ്ച് മേളിൽ പിടിച്ചിട്ട് ഇതേപോലെ തന്നെ ഇങ്ങോട്ടൊരു 1.5 ഇഞ്ച് വ്യത്യാസത്തിൽ ഇവിടുന്ന് ഇങ്ങനെ ഡാട്ട് പിടിക്കുക. മനസ്സിലായോ? ഈ സെൻട്രൽ ഡാട്ടിൻ്റെ 4 ഇഞ്ച് മേളിൽ, അല്ലെങ്കിൽ 4 ഇഞ്ച് താഴേന്ന് പിടിക്കും ഞാൻ. ഈ സെൻറ്ററിൻ്റെ 4 ഇഞ്ച് താഴേന്ന് പിടിക്കാം, താഴേന്ന് മേളിൽ. താഴേന്ന് പിടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിക്കും ഡാട്ട്, ഇങ്ങനെ. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുമ്പം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പോൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പിടിച്ചാൽ ഇച്ചിരി കൂടെ കപ്പിന് ഷേപ്പ് കിട്ടും. ഓക്കെ. പിന്നെ ഈ കപ്പ് ഷേപ്പിന് വേണ്ടി ഇവിടുന്ന് ഞാൻ 1.5 ഇഞ്ച് മേളിലോട്ട് എടുക്കും. ഇവിടുന്ന് വന്ന് 1.5 ഇഞ്ച് മേളിലോട്ട്, അത് ഇവിടുന്ന് 2 ഇഞ്ച് മേളിലോട്ട് എടുക്കും. എന്നിട്ട് ഈ 1.5 ഈ ഡാട്ടും കൂടെ ഉള്ള ഈ 1.5 ഈ ഡാട്ടും കൂടെ കണക്ട് ചെയ്യും. ഈ സൈഡിലെ ഡാട്ടും ഇവിടെ എടുത്തേക്കുന്ന ഈ 2 ഇഞ്ചും കൂടെ നമ്മളങ്ങ് വരയ്ക്കും. സാധാരണ ഞാൻ ഇത് വെച്ച് വരയ്ക്കാറില്ല, സ്കെയിൽ വെച്ച് വരയ്ക്കാറില്ല, കൈകൊണ്ടാണ് വരയ്ക്കുന്നത്. കൈകൊണ്ട് വരയ്ക്കുന്നതായിരിക്കും നല്ലത് ഷേപ്പ്. അതേപോലെ ഇവിടെ നമ്മൾ ഇവിടെ 3 ഇഞ്ചാണ് ഇവിടെ ടക്ക് വന്നിരുന്നത്. ഇതിപ്പം ഇവിടെ 3.25 കാണും. അതേല കൊണ്ട് നിർത്തേണ്ടത്. ഇവിടെ അതേപോലെ ഇതേല കൊണ്ട് നിന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ വെട്ടിയെടുത്താൽ തയ്ക്കാൻ ഈസി ആയിരിക്കും. ഇതാണ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ മാർക്കിംഗ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞു. കഴുത്ത് പിടിച്ച് വെട്ടി ടക്കെടുത്തു. ഈ എല്ലാം കൂടെ ഒരു പോയിന്റ് വന്ന് നിൽക്കണം. ഈ 3ഉം കൂടെ ഒരു ഇങ്ങോട്ടുള്ള ദൂരം നമ്മൾ സെൻട്രൽ ഡാർട്ടിൻ്റെ വിഡ്ത്ത്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 3 ഇവിടെ എടുത്തില്ലേ 35 ഡിവൈഡഡ് ബൈ 10 3.5 ഇഞ്ച്. ആ 3.5 ആയിരിക്കണം ഇത്. ഇതാണ് ആ എടുത്ത 3.5 ഇഞ്ച്. ഓക്കെ. ഇതിനെക്കാട്ടിൽ 4 ഇഞ്ച് മേളിൽ ഒരു 2.25 ഇഞ്ച് നീളത്തിൽ ഒരു ടക്കാണ്. 2.5, 2.25, 3 സൈസിനനുസരിച്ച് വരാം. പക്ഷേ ഇവിടുന്ന് 1.5 ഇഞ്ച് മിനിമം ഇതുണ്ടായിരിക്കണം, അകലം ഉണ്ടായിരിക്കണം. ഇതിനും 1.5 ഇഞ്ച് മിനിമം ദൂരം ഉണ്ടായിരിക്കണം. ഇതിനും 1.5 ഇഞ്ച് മിനിമം ദൂരം ഉണ്ടായിരിക്കണം. ഓക്കെ. ഈ എടുത്ത അളവ് ബസ്റ്റ് മെഷർമെൻറ്റ് ഡിവൈഡഡ് ബൈ 10 വന്ന് ഈ അകലമാണ്. ഇവിടുന്നും അതേ സെയിം ദൂരമായി സെൻട്രൽ ഡാർട്ട് വരയ്ക്ക്, ഈ സെൻറ്റർ വരയ്ക്ക്. അതിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ടക്ക് പിടിച്ചേക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അടുത്തത് നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ബെൽറ്റും കൈയുമാണ് പഠിക്കേണ്ടത്. അപ്പോൾ വേസ്റ്റ് ബെൽറ്റ് എടുക്കണമെങ്കിൽ നമ്മൾ ബാക്കിൻ്റെ അളവും ഇതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം. ബാക്കിൻ്റെ ആം ഹോൾ മുതൽ താഴെ വരെയുള്ള ഹൈറ്റും ഇതിൻ്റെ ഈ ഹൈറ്റും ഇതിൻ്റെ ഡിഫറൻസാണ് നമ്മളുടെ ബെൽറ്റിൻ്റെ വിഡ്ത്ത് വേണ്ടത്, ബെൽറ്റ് വേണ്ടത്. ഇത് മുക്കാലും മിക്കവാറും ഒരു 3 ഇഞ്ച് ഡിഫറൻസ് ഉണ്ടാവും, പ്ലസ് 1 ഇഞ്ചാണ്. അത് ഞാൻ തുണി വെട്ടുമ്പോൾ കാണിക്കാം. ഓക്കെ. അപ്പം ഇന്ന് ഇത്രയും മതി. ബാക്കും ഫ്രണ്ടും നമ്മൾ പഠിച്ചല്ലോ, സംശയമില്ലല്ലോ. ഇത് ഏത് ഇഞ്ചാണെങ്കിലും ബസ്റ്റിൻ്റെ അളവും ചെസ്റ്റിൻ്റെ അളവും ഉണ്ടെങ്കിൽ എടുക്കാനുള്ളതേ ഉള്ളൂ. ഈ ബാക്കും ഫ്രണ്ടല്ല. വീഡിയോ 2-3 പ്രാവശ്യം കണ്ടാൽ നിങ്ങളുടെ ഡൗട്ട് മാറും. പിന്നെ ആദ്യം മുതലല്ല, പാഠം 1 മുതലുള്ളത് കണ്ടിട്ട് വേണം ഇത് കാണാൻ. ഡയറക്റ്റ് ഇത് കാണുന്നവർ ഇത് വിട്ടിട്ട് പോയേക്കുക.
പാഠം 1 മുതൽ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നമ്മുടെ ഫോർമുല വെച്ച് ബ്ലൗസ് കട്ട് ചെയ്യാൻ? ഈസിയാണോ? 2 പ്രാവശ്യം ചെയ്താൽ ഭയങ്കര ഈസിയാണ്. പക്ഷേ 2 പ്രാവശ്യം ചെയ്ത് നോക്കണം. ഇച്ചിരി കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, ഇച്ചിരി കൺഫ്യൂസ് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 2 പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് പിന്നീട്, അതായത് ഒരു പേപ്പർ കട്ടിങ്, അത് നമ്മൾ വെള്ള കളറിലുള്ള ചാർട്ട് പേപ്പർ ഉണ്ടല്ലോ, ചാർട്ട് പേപ്പർ എടുത്ത് ഇത് കട്ട് ചെയ്ത് വെക്കുക. ഈ കൺസ്ട്രക്ഷൻ എല്ലാം അങ്ങനെ അങ്ങോട്ട് എഴുതി. ഇപ്പം എനിക്ക് ഇനിയും കുറച്ചല്ല 0 to 1, 0 to 2, 0 to 3 ഇങ്ങനെ കണക്ക് പറയാം, ഇങ്ങനെ പറയാം. അതൊന്നും പറയാതെ പിന്നെ ഇവിടുന്ന് ഇവിടോട്ടൊരു ചെറിയ ലൈനും വേണം. അതൊക്കെ ഇല്ലാതെ ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇത്രയും സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി. ഇനി അഡ്വാൻസ് ക്ലാസ്സിൽ പോകുമ്പോൾ 0 to 1 എന്നായിരിക്കും ഹൈറ്റ്, 0 to 1 ഫുൾ ലെങ്ത് പ്ലസ് അര ഇഞ്ച് എന്നായിരിക്കും പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? 0 to 2 ഷോൾഡർ അളവ് ഡിവൈഡഡ് ബൈ 2 എന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ അതിനെക്കാട്ടിലൊക്കെ ഒത്തിരി സിമ്പിളായിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് 2 or 3 പ്രാവശ്യം നിങ്ങൾ കണ്ടിട്ട് ചാർട്ട് പേപ്പറിൽ നിങ്ങൾ വരച്ച് കട്ട് ചെയ്ത് നോക്കിയിട്ട് വേണം തുണിയിൽ വരയ്ക്കാൻ, തുണിയിൽ കട്ട് ചെയ്യാൻ. അപ്പം ഈസി ആയിട്ട് വരും. അപ്പം ആദ്യം ഇതൊക്കെ കാണുമ്പോൾ ഒരു പേടി തോന്നും. അതുകൊണ്ടാണ് ബ്ലൗസ് മാക്സിമം എല്ലാവരും അളവ് ബ്ലൗസ് വെച്ച് തയ്ക്കുന്നത്. ഇതൊക്കെ അളവ് കാൽക്കുലേഷനൊക്കെ എടുത്ത് വരുമ്പോഴത്തേന് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. റെഗുലറെ ചെയ്യുന്നവർക്ക് പ്രയാസം ഉണ്ടാകത്തില്ല. ഞാൻ മിക്കവാറും ഇങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മളിന്ന് ബ്ലൗസിൻ്റെ ഫോർമുല ഒക്കെ പഠിച്ചല്ലോ, കുഴപ്പമില്ലല്ലോ, ഈസിയായിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എല്ലാവരും ചാർട്ട് പേപ്പർ എടുത്ത് അതിൽ കട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് തുണിയിലോട്ട് പോവുക. ഓക്കെ, ബൈ, സി യു. ഇതിൻ്റെ കൈയും വേസ്റ്റ് ബെൽറ്റും അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. തുണിയിൽ തന്നെ കാണിക്കാം. അടുത്തത് ഞാനൊരു ക്രോസ് കട്ടിങ് ബ്ലൗസ് ആയിരിക്കും തയ്ക്കുന്നത്. അതിൽ വ്യക്തമായിട്ട് കൈയും ഇതും വേസ്റ്റ് ബെൽറ്റും കട്ട് ചെയ്ത് കാണിക്കാം. പിന്നെ ഒരാൾ ചോദിച്ചു പിന്നെ പഫ് സ്ലീവ് കാണിക്കില്ലേന്ന്. പഫ് സ്ലീവൊക്കെ അടുത്ത് ഇനിയും വരുന്നുണ്ട്, അപ്പം പഫ് സ്ലീവൊക്കെ കാണിക്കാം. പിന്നെ വേറെ എന്താ വെച്ചാൽ നൈറ്റി കട്ട് ചെയ്യാൻ പഠിപ്പിക്കുമോ എന്ന്. ഇപ്പം നൈറ്റി പഠിപ്പിക്കുന്നതിനെക്കാട്ടി നല്ല അടുത്ത ചുരിദാർ പഠിപ്പിക്കാം. ചുരിദാർ പഠിക്കുമ്പോൾ ഒരു ഏലൈൻ ചുരിദാർ പഠിച്ചാൽ അത് തന്നെയാണ് നൈറ്റിയായി. ഇനി ഇച്ചിരി ഇറക്കം കൂട്ടിയാൽ നൈറ്റിയായി. അത് ഏലൈൻ ചുരിദാറിനെക്കാട്ടിലും ഈസിയാണ് നൈറ്റി. പിന്നീട് സമയമുണ്ടെങ്കിൽ പിന്നെ നമുക്ക് പോകെ ഫ്യൂച്ചറിലോ എല്ലാം പഠിക്കാൻ പറ്റും. ഇപ്പം ഒരു ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ലൈനിലായിട്ട് അങ്ങോട്ട് പോകാം, ധൃതി വെക്കണ്ട. ഇതിൻ്റെ ഇടയിൽ കയറി ഓരോന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്കിപ്പം ബ്ലൗസ് തീരട്ടെ. ബ്ലൗസിന് ഞാൻ 1 or 2 ബ്ലൗസും കൂടെ കാണിക്കത്തുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് ചുരിദാറിൽ പോകാം. ചുരിദാർ കഴിഞ്ഞിട്ട് പിന്നെ ബ്ലൗസ് അഡ്വാൻസ്ഡ് ബ്ലൗസിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ബൈ, സി യു.